അതേസമയം എ പത്മകുമാറിന്റെ അറസ്റ്റ് പാർട്ടിയെ പ്രതിരോധത്തിലാക്കിയിരിക്കെ CPM സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗം ചേരും. തദ്ദേശ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിനിടെയുള്ള അറസ്റ്റുണ്ടാക്കിയ പ്രതിസന്ധി മറികടക്കാനുള്ള വഴി CPM ചർച്ച ചെയ്യും. പത്മകുമാറിനെതിരായ നടപടിയും ചർച്ചയായേക്കും. സ്വാഭാവികമായിട്ടും ഇത്തരത്തിലുള്ള കാര്യങ്ങൾ CPMന് വിശദീകരിക്കേണ്ടിയും വരും. കാരണം ചില്ലറക്കാരനല്ല അറസ്റ്റിലായിരിക്കുന്നത്. CPMന്റെ പ്രമുഖനായ ഒരു നേതാവാണ്. CPM പത്തനംതിട്ട ജില്ലാ കമ്മിറ്റി അംഗം കൂടിയാണ് എ പത്മകുമാർ. 2017-19 കാലഘട്ടത്തിൽ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ പ്രസിഡന്റായിരുന്നു എ പത്മകുമാർ. നിരവധി വിവാദ വിഷയങ്ങൾ സർക്കാരിനെ ശബരിമലയുമായി ബന്ധപ്പെട്ട് പ്രതിരോധത്തിലാക്കിയ ഒരു സമയത്തായിരുന്നു തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റിന്റെ പദവിയിൽ എ പത്മകുമാർ ഇരുന്നത്. യുവതീ പ്രവേശനവുമായി ബന്ധപ്പെട്ടുള്ള വിവാദങ്ങൾക്കിടെയാണ് ഈ സ്വർണ്ണപ്പാളി ഇടപാട് നടന്നത് എന്നുള്ളതും ഞെട്ടിക്കുന്ന കാര്യമാണ്. സ്വാഭാവികമായിട്ടും CPM വിശദീകരണം നൽകേണ്ടി വരുന്ന ഒരു കാര്യമാണ്. വി അരുൺ ചേരുകയാണ് കൂടുതൽ വിവരങ്ങളുമായി. അരുൺ, ഇന്നലെ MV ഗോവിന്ദൻ പറഞ്ഞ കാര്യം കുറ്റവാളി അല്ലല്ലോ, അറസ്റ്റിലായിട്ടല്ലേ ഉള്ളൂ എന്നാണ്. ഇത് തന്നെ ആയിരിക്കുമോ പാർട്ടിയുടെ ഇന്നത്തെയും നിലപാട്, അതോ നടപടിക്ക് സാധ്യത കാണുന്നുണ്ടോ? നടപടിക്ക് സാധ്യതയുണ്ട്. കാരണം CPMന്റെ ജില്ലാ കമ്മിറ്റി അംഗമാണ് പത്മകുമാർ. ജില്ലാ കമ്മിറ്റി അംഗമാണെങ്കിൽ പോലും അദ്ദേഹം ദേവസ്വം ബോർഡിന്റെ അധ്യക്ഷനാണ്. അതുകൊണ്ട് സംസ്ഥാന നേതൃത്വത്തിന്റെ കൂടി ഒരു അറിവോടുകൂടി നടപടിക്കാണ് ജില്ലാ നേതൃത്വം ആലോചിക്കുന്നത്. അങ്ങനെയാണ് പത്തനംതിട്ട ജില്ലാ നേതൃത്വവുമായി ബന്ധപ്പെട്ടപ്പോൾ അറിയാൻ കഴിയുന്നത്. സംസ്ഥാന നിർദ്ദേശപ്രകാരം നടപടിയിലേക്ക് പോകാം എന്നുള്ളതാണ്. സംസ്ഥാന സെക്രട്ടറി സ്വാഭാവികമായി വിഷയം ചർച്ച ചെയ്യും. അസാധാരണമായ ഒരു പ്രതിസന്ധിയിൽ CPM ഈ വിഷയത്തിൽ പെടുകയാണ്. അതിന് കാരണം ശബരിമല സ്ത്രീ പ്രവേശനത്തിന് ശേഷം ഓരോ വാർത്തയും ശബരിമലയുമായി ബന്ധപ്പെട്ട ഓരോ വിഷയവും ആ രീതിയിൽ രാഷ്ട്രീയ പ്രാധാന്യമുള്ളതാണ്. സ്വർണ്ണക്കൊള്ള വന്നത് മുതൽ CPM എടുത്ത നിലപാട് ആര് തെറ്റ് ചെയ്താലും അവരെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരും, ആരെയും പാർട്ടി സംരക്ഷിക്കില്ല, ഒരു ചെറിയ നീക്കം പോലും അതിനായി നടത്തില്ല എന്ന് കഴിഞ്ഞ ആഴ്ചത്തെ വാർത്താ സമ്മേളനത്തിലും സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ വാസുവിന്റെ അറസ്റ്റ് ശേഷം പ്രതികരിച്ചിരുന്നു. ഏതായാലും ഇപ്പോഴും സമാന നിലപാടാണ് CPM സ്വീകരിക്കുന്നത്. പക്ഷെ അങ്ങനെ ആ നിലപാട് കൊണ്ട് മാത്രം കാര്യമില്ല. CPMനെ അത്രയധികം വേണ്ടപ്പെട്ട നേതാവാണ് പത്മകുമാർ. വിവാഹിതര കാലത്ത് മറ്റെല്ലാ പ്രധാന നേതാക്കളും പത്തനംതിട്ടയിൽ VS പക്ഷത്ത് അടിയുറച്ചു നിന്നപ്പോൾ പിണറായിക്കൊപ്പം നിന്ന നേതാവാണ് പത്മകുമാർ. പത്മകുമാറിന്റെ യഥാർത്ഥത്തിൽ ഈ വിഷയം ഇപ്പോൾ CPM ക്ഷണിച്ചു വരുത്തിയ ഒരു അപകടമായി കൂടി വിലയിരുത്തപ്പെട്ടിട്ടുണ്ട്. കാരണം കോൺഗ്രസ് നിയോഗിച്ച ദേവസ്വം ബോർഡ് പ്രസിഡന്റായിരുന്ന പ്രയാർ ഗോപാലകൃഷ്ണന്റെ കാലാവധി തീരും മുമ്പാണ് നിയമനിർമ്മാണ ഓർഡിനൻസിലൂടെ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് കാലാവധി 2 വർഷമായി കുറയ്ക്കുകയും അവിടേക്ക് പത്മകുമാറിനെ CPM നിയമിക്കുകയും ചെയ്തത്. ആ കാലത്തെ ഇടപാടുകളാണ് ഇപ്പോൾ CPMന് തിരിച്ചടിയായിരിക്കുന്നത്. ഏതായാലും അതുകൊണ്ട് തന്നെ ഒരു കടുത്ത പ്രതിരോധത്തിൽ പാർട്ടി ആയിക്കഴിഞ്ഞു. ഈ വിഷയത്തിൽ ഇനിയും കൂടുതൽ നേതാക്കളിലേക്ക് അന്വേഷണം എത്തുമോ എന്ന ആശങ്കയും CPM നേതൃത്വത്തിനുണ്ട്. വിഷയമാണല്ലോ പാർട്ടിയെ കൂടുതലും പ്രതിരോധത്തിലാക്കുന്നത്. എന്തിന് പ്രയാർ ഗോപാലകൃഷ്ണനെ മാറ്റി പകരം എ പത്മകുമാറിനെ ആ പദവിയിലേക്ക് കൊണ്ടുവന്നു എന്നുള്ള ചോദ്യം ഇതിനിടെ തന്നെ കോൺഗ്രസ് ഉന്നയിച്ചു കഴിഞ്ഞു. 2017 നവംബറിൽ ധൃതിപ്പെട്ട് പ്രയാർ ഗോപാലകൃഷ്ണനെ മാറ്റുകയായിരുന്നു. 2018 നവംബർ വരെ അദ്ദേഹത്തിന് കാലാവധി ഉണ്ടായിരുന്നതാണ്. പക്ഷേ ഓർഡിനൻസിലൂടെ 2 വർഷമാക്കി തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് ഭരണസമിതിയുടെ കാലാവധി കുറയ്ക്കുകയും ചെയ്തു. അപ്പോൾ അതേ കാലത്ത് തന്നെ ഈ വിവാദങ്ങൾ ഉണ്ടാവുകയും ഇത്രയും വലിയ അഴിമതി നടക്കുകയും ചെയ്തത് സ്വാഭാവികമായിട്ടും വിശദീകരിക്കേണ്ടി വരുമല്ലോ CPMന്. ഇതല്ലേ കുഴപ്പത്തിലാക്കുന്നത് പാർട്ടി? പ്രയാർ ഗോപാലകൃഷ്ണനും CPM നേതൃത്വവുമായി അല്ലെങ്കിൽ ദേവസ്വം ബോർഡ് പ്രസിഡന്റും സർക്കാരുമായി അന്ന് വലിയ ഭിന്നതയുണ്ടായിരുന്നു. മുഖ്യമന്ത്രി പിണറായി വിജയൻ സന്നിധാനം ദർശിക്കാൻ ഒരു തവണ ശബരിമലയിൽ 2018 എത്തിയതുമാണ്. അന്ന് കനത്ത മഴ കാരണം അദ്ദേഹത്തിന് മുകളിലേക്ക് പോകാൻ കഴിഞ്ഞു. തുടർന്ന് പമ്പയിൽ വെച്ച് ശബരിമല അവലോകന യോഗം മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ ചേർന്നു. അവിടെ മുഖ്യമന്ത്രിയെ പരസ്യമായി വിമർശിച്ചിരുന്നു പ്രയാർ ഗോപാലകൃഷ്ണൻ. അതോടുകൂടിയാണ് അദ്ദേഹത്തെ മാറ്റമെന്ന തീരുമാനം. അതായത് പരസ്യമായ യോഗത്തിൽ ഉദ്യോഗസ്ഥരും മാധ്യമങ്ങളും ഒക്കെ പങ്കെടുക്കുമ്പോൾ തന്നെ മുഖ്യമന്ത്രിക്ക് രൂക്ഷ വിമർശനം പ്രയാർ അവിടെ അന്ന് ഉന്നയിച്ചു. ഞാൻ ആ യോഗം റിപ്പോർട്ട് ചെയ്തതുമാണ്. അതിനെ തുടർന്നാണ് പ്രയാർ ഗോപാലകൃഷ്ണനെ മാറ്റാനുള്ള ഒരു നീക്കം CPM ആരംഭിച്ചത്. അങ്ങനെയാണ് ഈ 3 വർഷ കാലാവധി 2 വർഷമായി നിജപ്പെടുത്തിക്കൊണ്ടൊരു ഓർഡിനൻസ് അന്ന് സർക്കാർ കൊണ്ടുവന്നത്. അപ്പോഴാണ് പത്മകുമാറിന് പക്ഷേ ഈ മറ്റ് CPM നേതാക്കൾ ദേവസ്വം ബോർഡ് അധ്യക്ഷന്മാരായ നേതാക്കളെക്കാൾ ഉള്ള ഒരു പരിഗണന ലഭിച്ചത് അദ്ദേഹം വിശ്വാസി എന്ന് പലപ്പോഴും തുറന്നു പറയുന്ന ഒരു നേതാവ് കൂടിയായിരുന്നു. ശബരിമലയുമായി ആചാരപരമായ ബന്ധമുള്ള കുടുംബത്തിൽ നിന്നുള്ള പ്രതിനിധി കൂടിയാണ് പത്മകുമാർ. അത്തരം ഒരാളെ കൊണ്ടുവരുന്നത് സഹായകമാകുമെന്ന് CPM വിലയിരുത്തിയിരുന്നു. അങ്ങനെയാണ് പത്മകുമാറിനെ അന്ന് ബോർഡ് തലപ്പത്തേക്ക് കൊണ്ടുവരുന്നത്. അത് പിന്നീട് ഇപ്പോൾ CPMന് തന്നെ അത് ഒരു തെരഞ്ഞെടുപ്പിന്റെ പടിവാതിൽക്ക് നിൽക്കുമ്പോൾ വലിയ തിരിച്ചടിയായി മാറിയിരിക്കുന്നു എന്നുള്ള വസ്തുത. പക്ഷേ പത്മകുമാർ നേരത്തെയും CPMനെതിരെ ശബരിമല സ്ത്രീ പ്രവേശന കാലത്തടക്കം CPMനെതിരെ രംഗത്ത് വന്നിരുന്നു. അല്ലെങ്കിൽ CPM നിലപാടിനെ തള്ളിക്കൊണ്ട് സ്ത്രീ പ്രവേശനം പാടില്ല എന്ന പരസ്യമായ നിലപാടെടുത്ത ആൾ കൂടിയാണ് പത്മകുമാർ. ഏതായാലും ഇപ്പോൾ പത്മകുമാർ പാർട്ടിയുമായി അത്ര നല്ല ബന്ധത്തിലല്ല. പക്ഷേ
പത്മകുമാറിനെ തള്ളിക്കളയാനും CPM-ന് കഴിയില്ല. കാരണം അദ്ദേഹം CPM-ന്റെ ജില്ലാ കമ്മിറ്റി അംഗമാണ്. പാർട്ടി ടിക്കറ്റിൽ മത്സരിച്ച് വളരെ ചെറിയ പ്രായത്തിൽ MLA ആയ ആളാണ്. ദേവസ്വം ബോർഡ് അധ്യക്ഷനാന്തേക്കും പാർട്ടി തന്നെ കൊണ്ടുവന്നയാളാണ്. അതുകൊണ്ട് തന്നെ പത്മകുമാർ ഇത്തരമൊരു കേസിൽ പെടുമ്പോൾ അതിൽ എന്താണ് അയാൾ ചെയ്ത തെറ്റ് എന്ന കാര്യത്തിലൊക്കെ തെളിവുകൾ സഹിതം പുറത്തു വരേണ്ടിയിരിക്കുന്നു. പക്ഷേ അപ്പോഴും ആ കേസിൽ അയ്യപ്പന്റെ സ്വർണം മോഷ്ടിച്ച കേസിലെ പ്രതിയാണ് CPM-ന്റെ തെക്കൻ ജില്ലകളിലെ തെക്കൻ മേഖലയിൽ ഏറ്റവും പ്രധാനപ്പെട്ട നേതാക്കളായ പത്മകുമാർ. അത് CPM-നെ ചെറുതായൊന്നുമല്ല പ്രതിരോധത്തിലാക്കുന്നത്. ഇവിടുന്ന് പത്മകുമാറിന്റെ അന്വേഷണം അവസാനിക്കുമോ, ഇനി അതിനു മുകളിലേക്ക് കൂടുതൽ രാഷ്ട്രീയ നേതൃത്വത്തിലേക്ക് അല്ലെങ്കിൽ ഈ ശബരിമലയെ ബന്ധപ്പെട്ട വിശ്വാസപരമായ പ്രധാന ചുമതലകൾ വഹിച്ച ആളുകളിലേക്ക് തന്ത്രി കുടുംബത്തിലടക്കം ഈ അന്വേഷണം പോകുമോ എന്ന തരത്തിലുള്ള സൂചനകൾ പുറത്തുവരുന്നു. മന്ത്രി കടകംപള്ളി സുരേന്ദ്രനെ ഉടൻ ചോദ്യം ചെയ്യുന്നതിന് വാർത്തകളുണ്ടായിരുന്നെങ്കിൽ അന്വേഷണ സംഘം അത് പാടെ നിഷേധിക്കുകയാണ്. അത്തരത്തിലൊരു തെളിവും അല്ലെങ്കിൽ കടകംപള്ളി ഇതുമായി ബന്ധിപ്പിക്കാനുള്ള ഒരു മൊഴിയും ലഭിച്ചിട്ടില്ല എന്നാണ് അന്വേഷണ സംഘം ഇപ്പോൾ വ്യക്തമാക്കുന്നത്. മാത്രവുമല്ല, നേരത്തെ കടകംപള്ളി ഇതിനെ പൂർണ്ണമായും ദേവസ്വം ബോർഡിന്റെ ഫയൽ നീക്കമൊന്നും വകുപ്പാറും ചെയ്യുന്നതല്ല. ശബരിമല തീർത്ഥാടന ക്രമീകരണങ്ങൾ നടപ്പാക്കുക എന്നാണ് വകുപ്പിന്റെ ദേവസ്വം മന്ത്രിയുടെ ജോലി. അപ്പുറത്തേക്ക് ഡേ ടു ഡേ കാര്യങ്ങളിൽ, ദൈനംദിന കാര്യങ്ങളിൽ ദേവസ്വം മന്ത്രിക്കോ ദേവസ്വം മന്ത്രിയുടെ ഓഫീസിനോ ഇടപെടേണ്ട ഒരു സാഹചര്യവുമില്ല എന്ന് കടകംപള്ളി വ്യക്തമാക്കുന്നു. ഇപ്പോൾ അത്തരമൊരു അന്വേഷണത്തിലേക്ക് പോകുമെന്ന് CPM ആ രീതിയിൽ ആശങ്കപ്പെടുന്നില്ല. പക്ഷേ അന്വേഷണത്തിന്റെ പോക്ക് എങ്ങോട്ടെന്ന കാര്യത്തിൽ ഇപ്പോഴും ഒരു വ്യക്തതയില്ല. പൂർണ്ണമായും ഹൈക്കോടതിയുടെ നിരീക്ഷണത്തിലുള്ള മേൽനോട്ടത്തിലുള്ള അന്വേഷണമാണ് നടക്കുന്നത്. പിണറായി വിജയന്റെ ആഭ്യന്തര വകുപ്പിന്റെ ഉന്നത ഉദ്യോഗസ്ഥർ അന്വേഷിക്കുന്നതെങ്കിൽ പോലും ഹൈക്കോടതി കൃത്യമായ നിരീക്ഷണമുണ്ട്. അവരുടെ കൃത്യമായ പിടി അന്വേഷണത്തിലുണ്ട്. അതുകൊണ്ട് തന്നെ അന്വേഷണം എങ്ങോട്ട് പോകുമെന്ന കാര്യത്തിൽ CPM-ന് കാര്യമായ ഈ ഒരു പശ്ചാത്തലത്തിലാണ് ഇന്ന് CPM സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗം ചേരുന്നത്. നിർണായകമാണ്. CPM സംസ്ഥാന സെക്രട്ടേറിയറ്റ് പത്മകുമാറിന്റെ കാര്യത്തിൽ തീരുമാനം എന്താണ് CPM എടുക്കാൻ പോകുന്നത് എന്നത് അതിപ്രധാനമായ ഒരു കാര്യമാണ്. അന്വേഷണം ഈ ഘട്ടത്തിൽ നല്ല രീതിയിൽ മുന്നോട്ട് പോവുകയാണ്. ഹൈക്കോടതി ഓരോ ദിവസവും കേസിന്റെ പുരോഗതി വിലയിരുത്തിക്കൊണ്ടിരിക്കുകയാണ്. അതിനാൽ തന്നെ അന്വേഷണ സംഘം നേരിട്ട് റിപ്പോർട്ട് ചെയ്യുന്നത് ഹൈക്കോടതിക്കാണ്. അതിനാൽ ഒരു തരത്തിലുള്ള ഇടപെടലും ഇതുവരെ ഉണ്ടായിട്ടില്ല എന്ന രീതിയിലുള്ള പ്രതീതിയും വരുന്നുണ്ട്. അതിനിടെയാണ് പത്മകുമാറിനെതിരെ ഞെട്ടിക്കുന്ന റിമാൻഡ് റിപ്പോർട്ട് വന്നത്.